പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, ഓഫീസിൽ പോകുന്നവരുണ്ട്, ഓഫീസിൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട്, ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, ട്രാൻസ്ഫർ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരുണ്ട്, പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവരുണ്ട്. ഇവിടെ നിൽക്കണോ, പുറത്ത് പോകണോ, 5 കൊല്ലത്തേക്ക് ജോലി പുറത്ത് ചെയ്യണോ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ ഓർത്ത് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. തീരുമാനം എടുക്കാൻ പറ്റാത്തവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല തീരുമാനം ഇന്ന് കർത്താവ് തരും. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മ പരിശുദ്ധമേ, ദേവമാതാവേ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിനെ ആവശ്യിക്കട്ടെ. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിദ്യാഭ്യാസം, നിൻ്റെ ഉദ്യമങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയുമായി പിണങ്ങിയിരിക്കുന്നവർ, പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരിപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പോൾ നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുക്കിടം പോലെ കുടുംബത്തിൽ ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട്. പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ, അതുപോലെ തന്നെ കഴിച്ചുവിട്ട ഒരു ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അവിടുന്ന് വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെ എണ്ണിയാതൊരുങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങയുടെ മക്കൾ അങ്ങയുടെ ദിവസം കണ്ണീരോട് നിൽക്കുന്ന കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. പരസ്പരം പല വിഷയങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും
വസൂലാക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പോരുണ്ടാക്കുന്ന, പൗശന്യം ഉണ്ടാക്കുന്ന, മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അനുഭവവേദ്യമാകേണ്ട പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, ഇനി ലീവ് തുടങ്ങാൻ ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടേ ഒതുക്കുമെന്നറിയാൻ പല വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പല പല വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പിള്ളേരുണ്ട്. പിള്ളേർക്കാണെങ്കിൽ അവിടെ കൗമാര പുസ്തകങ്ങളിലെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനുമില്ലാതെ അപ്പനെയും അമ്മനെയും അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട്. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒറ്റ ആശീർവാദത്തെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തി, ഒരു മനുഷ്യപ്പറ്റിയില്ല സംസാരിക്കുന്നവരുണ്ട് ഈശോയെ. ഒരു മനുഷ്യപ്പറ്റിയില്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഈശോയെ. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണ കാണിക്കാമായിരുന്നു, കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ, ഓക്സിജൻ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു. മനഃപൂർവ്വം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടുകൂടി കർത്താവെ മർക്കട മുറ്റോട് നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവരെ നീ പ്രത്യേകം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദീർഘമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്നു, ഒരു സംസാരം ആവശ്യപ്പെടുന്നു, ഒരു ആലോചന ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഹൃദയത്തിനൊക്കെ ബ്ലോക്കേഡ് വന്നാൽ ഒരു ബലൂൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇങ്ങനെ ഹൃദയത്തിൻ്റെ ധമനികളിങ്ങനെ ചുങ്ങിപ്പോയാൽ അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തും. ബ്ലോക്കുകൾ എടുത്തു കളയുന്ന ഹൃദയ ധമനികളുടെ ആർട്ടറിയിലൂടെയൊക്കെ കുഴൽ കടത്തിക്കൊണ്ടത് എടുത്തു കളയുന്ന സിസ്റ്റമുണ്ട്, ക്ലീൻ ചെയ്യണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണമേ, ഈ നോൻപ് കാലം ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ്. ആത്മാവിൻ്റെ കൊളസ്ട്രോൾ ആണല്ല, അഹങ്കാരം ഉണ്ടാകും നമുക്ക്, അല്ലേ? അഹങ്കാരം, തന്നിഷ്ടം, തോന്നിവാസം, താൻ തോന്നിത്തരം, അതൊക്കെ വരുമ്പോൾ ദൈവഹിതത്തിനെതിരെ വരത്തില്ലേ? ഈ അഹങ്കാരികൾ എന്തുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും ടോർപ്പഡോ ചെയ്യണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, അഹങ്കാരികൾ എന്ന് പറയുമ്പോൾ അഹം ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? ക്യാരിയാണ് ഇംഗ്ലീഷ് വാക്കാണെങ്കിലും ഇപ്പം മുട്ടക്കാരൻ എന്നൊക്കെ പറയത്തില്ല, മുട്ട ചുവന്ന് കിടന്ന് വിൽക്കുന്ന ആൾക്കാർ, പാട്ടുകാരൻ ഒക്കെ അത് വഹിക്കുന്ന ആൾക്കാരാണ്. അഹത്തെ വഹിക്കുന്നു, അഹങ്കാരം വലുതാക്കിയിട്ട് അത് വഹിച്ചു നടക്കും. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരിക്കും അവർ, എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലാണെങ്കിലും ഭയങ്കര ചിട്ടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ തുള്ളിപോലും ആത്മാവിൽ കൃപയുണ്ടാകത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. അപ്പം അവരെ കൊണ്ട് ബൈബിൾ എപ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അവരെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നിയമാവർത്തനം 8:3 നമ്മളെപ്പോഴും വായിക്കത്തില്ലേ, അതൊരു അഹങ്കാരത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ് ശരിക്കും പറഞ്ഞത്, ആത്മാവിൻ്റെ ആൻജിയോപ്ലാസ്റ്റി. വായിച്ചേ, നിയമാവർത്തനം 8:2 വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അതായത് ദൈവം തന്നെ മരുഭൂമിയിലൂടെ നമ്മളെ നയിക്കും. മരുഭൂമി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കായിട്ട് വെള്ളം കിട്ടത്തില്ല, പിന്നെന്താണ്? വെള്ളവുമില്ല, പിന്നെന്താണ്? മരങ്ങളുമില്ല, തണലുമില്ല. അപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചില സമയത്ത് സഹായം നിർത്തും. ഇപ്പം നമ്മുടെ കയർ കമ്പനിയാണ്, കശുവണ്ടി കമ്പനിയാണ്, അല്ലെങ്കിൽ റബ്ബറാണ്, ഏലമാണ്, നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്കാർ പെട്ടെന്ന് നിർത്തും. തണൽ പോയില്ലേ, നമ്മൾ മരുഭൂമിയിലായില്ലേ? ഇപ്പം കടപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചാള കിട്ടണത്, അതിൻ്റെ രുചിയുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ
30,000 കണ്ണിയെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വല ഇറങ്ങിയിട്ടുണ്ട്. ഗുജറാത്തുകാർ വന്നിട്ട് രാത്രി വന്നിട്ട് ഉള്ള 1000 മുഴുവൻ കടലിൽ നിന്ന് പിടിച്ചിട്ട് പോവുക. 17,000 നമ്മളിപ്പോൾ സമരത്തിന് പോകാനുണ്ട്. അതുകൊണ്ട് എന്താ പറ്റിയത്? അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമായി. അവിടെ ഉള്ളപ്പോൾ അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ മേഖലയിലും മരുഭൂമികൾ വരുന്നു, തണൽ പോകുന്നു. നമുക്ക് ആ കമ്പനി, നമ്മുടെ ഏലവോ നമ്മുടെ റബ്ബറൊക്കെ എടുത്തിരുന്ന കമ്പനി ഇപ്പോൾ എടുക്കണില്ല, തണൽ പോയി. കശുവണ്ടി എടുത്തിരുന്നവർ ഇപ്പോൾ വേണ്ടെന്ന് പറയണം, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയണം. കയറെടുത്തിരുന്നവർ സീസൺ കഴിഞ്ഞെന്ന് പറയണം, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയുമ്പോൾ തണൽ പോകുന്നു. അപ്പോൾ തണൽ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർ ഉടനെ നമ്മളെന്ത് ചെയ്യും? നമ്മൾ തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കടയും വിലവും മേടിച്ചുകൊണ്ട് പണിക്കാരെ ഞങ്ങൾ പണി നിന്ന് പോയിട്ടെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ സാധനം ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓർഡർ കിട്ടിക്കാണോ. ഒരു ഓർഡറും ഇല്ല. ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധനം ഉണ്ടാക്കി കടം മേടിച്ച് വീണ്ടും നമ്മൾ ഉൽപ്പാദനം നിർത്തും. അതായത് ഈ മരുഭൂമിക്കാലത്ത് മണ്ടത്തരം കാണിക്കരുത്. അത് എളിമപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണ്. ദൈവത്തിന് ശരണപ്പെടാനുള്ള സമയമാണത്. അപ്പോൾ അത് വിനയപ്പെടാൻ പറഞ്ഞാൽ നിങ്ങളെ വിനയപ്പെടുത്താനാണെന്നാണ് പറയണത്. വിനയപ്പെടുത്താനും അപ്പം കൊണ്ട് മാത്രമല്ല, കശുവണ്ടിയും കൊണ്ടും കയറും കൊണ്ടും ഏലം കൊണ്ടും കുരുമുളക് കൊണ്ടും റബ്ബർ കൊണ്ടും മാത്രമല്ല, ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുപോകണം. അപ്പോൾ നീ ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? അപ്പം ഉണ്ടായാലും കശുവണ്ടി ഉണ്ടായാലും കയറുണ്ടായാലും കുരുമുളക് ഉണ്ടായാലും നമ്മൾ കുറച്ച് പൈസ കിട്ടും, നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ മരിക്കും, തീർന്നു. നിത്യത വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മരുഭൂമി നമുക്ക് നേരത്തെ തരുന്നത്. അല്ലെങ്കിൽ നിത്യത മരുഭൂമിയായി പോകും. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് എളിമയോട് അക്സെപ്റ്റ് ചെയ്തിട്ട് കർത്താവ് ശരിയാക്കും. കർത്താവ് ഒരിക്കലും അവനെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നല്ല പറയണത്. 7:37 എടുത്തേ, മർക്കോസ് 7:37. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു. അവൻ എല്ലാ കാര്യങ്ങളും, അവൻ യേശു എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. എന്താണ്? ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു മോശത്തരം നമ്മുടെ ജീവിതം സംഭവിച്ചാലും നിങ്ങൾ ഓർക്കണം, കർത്താവ് ശരണപ്പെട്ട് എളിമപ്പെട്ട് ആത്മാവിനെ കൊളസ്ട്രോളൊക്കെ മാറ്റി അഹങ്കാരമൊക്കെ മാറ്റി വിനയപ്പെട്ട് നല്ല കൃപയുടെ രക്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് വിശുദ്ധ ഇടപെടും. അങ്ങനെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.